താനെങ്ങോട്ടാ? സാറിന്റെ കൂടെ. അങ്ങനെ കൂടണ്ട, അവിടെ നിൽക്കണോ. കമീൻ സാർ. കയറി വാടോ. എന്തിനാ സാർ വിളിപ്പിച്ചേ? കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരാ. എത്രയും വേഗം പ്രതിയെ പിടിക്കാൻ പറഞ്ഞിട്ട് താനെന്താ കളിച്ചടക്ക? ഇല്ല സാർ, അതിനുള്ള വല ഞാൻ വീശി കഴിഞ്ഞു. എന്നിട്ട് എന്താ കിട്ടാഞ്ഞത്? വല വീശിട്ടുള്ളൂ സാർ. ഇതൊരു പ്രത്യേക തരം കേസാണ് സാർ. നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. വാട്ട് ഡു യു മീൻ? അതെ സാർ, ഒരു കാറുമായി നടന്ന ആൾക്കാരെ ഇടിച്ചിടുന്നതും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നൊന്നും ഒരു മനുഷ്യനല്ല, പിന്നെ മറുതയാണ് സാർ. മറുത. ഷട്ട് അപ്പ് യു ഇഡിയറ്റ്. സത്യമാണ് സാർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവനെന്റെ ഈ തലയുടെ മോളിക്കൂടെ ചാടിപ്പോയത്. തന്നോട് ആ കേസിലെ പ്രതിയെ കുറിച്ചാണ് ചോദിച്ചത്. അതിനെക്കുറിച്ചുള്ള കയ്യെഴുത്ത് പ്രതിയാണ് സാർ ഇത്. നോൺസെൻസ്. തന്നെയൊക്കെ പോലീസിലെടുത്തോണ്ടാണ് പറയാം. ബ്ലഡി ഫുൾ. സാറല്ല എന്നെ എടുത്തത്. പക്ഷെ നമ്മൾ തോൽക്കില്ലേ സാർ. ഗൂഡല്ലൊരു വളരെ പ്രശസ്തനായ ഒരു മന്ത്രവാദിയുണ്ട്, ഇല്ലിക്കൽ തിരുമേനി. അദ്ദേഹത്തിന് വിളിക്കാൻ ഞാൻ ആളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു സാർ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. 24 മണിക്കൂറിനകം പ്രതി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ബി ഡിസ്മിസ്ഡ് ഫ്രം സർവീസ് ആൻഡ് ദിസ് ഇസ് മൈ ലാസ്റ്റ് വാർണിംഗ്. അപ്പനി വാർണിംഗ് ഇല്ലേ സാർ? ഗെറ്റ് ഔട്ട് ഐ സേ. സാർ എന്തായി സാർ? കൊളായി. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. തൊപ്പി എടുക്കണോ? എന്താ നീ ഒരു ശബ്ദം കേട്ടില്ലേ? എന്ത് ശബ്ദം? നമ്മുടെ കാറിന്റെ ഡോറ് തന്നെത്താലെ അടയുന്ന ശബ്ദം നീ കേട്ടില്ലേ? ഞാൻ കേട്ടു. ഓ നാശം. ഒരൊറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. രാത്രി കിടന്ന് ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്തു വന്നാലും കാറിന് കുറ്റം. ഇനി അതിനെ കുറിച്ച് മിണ്ടി പോരുത്. കണ്ടോ കണ്ടോ, വന്നിപ്പോ എങ്ങനെയായി. എത്ര സ്നേഹത്തോടെ കഴിച്ചിരുന്നവരാ നമ്മള്. ഇപ്പൊ നേരെ തല്ലാൻ വരെ കൈയോഗി. ആ പിശാചിനെ തകർക്കണം, നശിപ്പിക്കണം. എന്നാലേ എനിക്ക് ആത്മശാന്തി ഉണ്ടാവും. ഇന്നത്തോടെ അവന്റെ കഥ കഴിക്കും. എടാ തെണ്ടി പിശാച്, ഈ കുമാരന്റെ കൈ കൊണ്ട് തന്നെ ആട്ടാ നിന്റെ അവസാനം. ഇതാണ് നിനക്ക് പറ്റിയ സ്ഥലം. ഈ കുരിശ് നിനക്കുള്ളതാ. നിന്റെ സകല ഭൂതപ്രേത പിശാച ബാധകളും ഇന്നോടെ ഇവിടെ അവസാനിക്കണം. ഇനി മേലിൽ ഞങ്ങൾ കണ്ണിന്റെ മുന്നിൽ കണ്ടുപോരുത്. ഓക്കെ? ഗുഡ് നൈറ്റ്. ഇയാളിത് എങ്ങോട്ട് പോയി? കുമാരേട്ടാ, കുമാരേട്ടാ, കുടിച്ച് ലക്കേട്ട് മനുഷ്യൻ എങ്ങോട്ട് പോയി? കുമാരേട്ടാ, കുമാരേട്ടാ, കുമാരേട്ടോ, കുമാരേട്ടാ, ഇയാള് രാത്രിയിൽ എങ്ങോട്ടാ പോയത്? പോയടാ, അവൻ പോയി. ഇനി നമുക്ക് അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. നമ്മളിനി ഫ്രീ. ആര് പോയെന്നാ? ആ മറുതക്കാറ്. അവനെ ഞാൻ കൊണ്ടുപോയി സിമിത്തേരി കുരിശി തറച്ചു. ഒരുമാതിരി തെമ്മാടിത്തരം കാണിക്കരുത്. തെമ്മാടിത്തരമല്ല, തെമ്മാടിക്കുഴി. അവന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന തെമ്മാടിക്കുഴി തന്നെയാ ഞാൻ അവനെ അടയ്ക്കുന്നത്. അതിന്റെ പുറത്ത് അവനെ ഒതുക്കാൻ ഒരു കുരിശും വെച്ചു. ഇല്ല, അതിനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. പറയാവാ, നീ കുഴപ്പമുണ്ടാക്കരുത്. അവനെ ഇനി തിരിച്ചിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ അവൻ നമ്മുടെ അവസാനം കണ്ടിട്ടേ പോവൂ. ഈ കുമാരേട്ടനാ പറയുന്നത്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മതിരിക്കും. പിന്നെ മതിരിക്കുമല്ലോ, അത് മതി. ഞാൻ പോയി അവനെ തിരികെ എടുത്തോണ്ടിരാൻ പോവാ. എന്നാ പോടാ. പക്ഷെ ഇനി അതിനെയും കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. നീയും ഞാനും തമ്മിലുള്ള എല്ലാ സൗഹൃദങ്ങളും ഇന്നത്തോടെ തീർന്നടാ. എന്താ? അവൻ വീട്ടിൽ വന്നു. നോക്കടാ, ഞാൻ പറഞ്ഞില്ലേ ഇവൻ നമ്മളെ കൊണ്ടേ പോകൂ. അതല്ല കുമാരേട്ടാ, അവൻ നമ്മളെ വിട്ടുപോവില്ല. അത്രയ്ക്ക് സ്നേഹം നമ്മളോട്. അയ്യോ, എവിടെയായിരുന്നു കുട്ടാ നീ? ഇവിടെ വന്ന് ഒളിച്ചു കിടക്കുകയാണല്ലേ? എന്നാ നീ ഇതിനെ കെട്ടിപ്പിടിച്ചോട് നിന്നോ.
ഞാൻ പോണു. വിഷം നിന്റെ കുടല് കരിയിടും. കുമാരേട്ടാ, എന്താടാ? ദാ നോക്ക്, ചപ്പാത്തിയും ചിക്കനും. വിശപ്പിന്റെ കാര്യം കുമാരേട്ടൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇവന് നമ്മളോട് സ്നേഹമുണ്ടെന്ന്. ഇവ മറുതയല്ല കുമാരേട്ടാ, ഇനി ഇവനാണ് നമ്മുടെ രക്ഷകൻ. അലാവുദ്ദീൻ അത്ഭുത വിളക്ക് കിട്ടിയ പോലെ നമുക്ക് കിട്ടിയ അത്ഭുത നിധിയാണിത്. എന്നാ ഒരു കുപ്പി മദ്യം ചോദിക്ക്, തരുമെന്ന് നോക്കാം. ചോദിക്ക്. ഒരു കുപ്പി റം വരട്ടെ. വരട്ടെ. കിട്ടി കുമാരേട്ടാ, റമ്മ് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ കാറിനടുത്ത് താഴെ രണ്ടുപേര്. വാ നോക്കാം. ആളെ കൊള്ളാമല്ലോടാ. ഇനി കുമാരേട്ടൻ എന്താ വേണ്ടത്? ചോദിക്കു കുമാരേട്ട, ചോദിക്ക്. നല്ല ക്ഷീണം. ഈ ശരീരം ഒന്ന് ഒഴിയാൻ 2 മലന്മാർ വരട്ടെ. വന്നു. എന്നാ ഒഴിഞ്ഞോ? തൊഴിക്കല്ല പറഞ്ഞത്, ഒഴിയാനാ. മതി, എല്ലാം മാഞ്ഞു പോട്ടെ. പോയി, സർവ്വതും മാഞ്ഞു പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്ക് ഓർമ്മ വന്നാ ഉടൻ സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് ISI പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വിളിക്കട്ടെ. അയ്യോ, വയ്യേ, അയ്യോ. സോറി, ആരാത്? സൂസനയാ? ഷൂസ് തന്നെയാ. സൂസനെ, ഈ ഹുക്ക് ഒന്നിട്ട് വന്നേ. വേഗം വാട്ടോ, ഓപ്പറേഷന് സമയായി. ഇല്ല. നിങ്ങളിതെവിടെ പോവാ? ഓപ്പറേഷൻ സമയം അറിയില്ലേ? പോലീസ്. വേഗം ഡ്രസ്സ് മാറി വരൂ, ഡോക്ടർമാർ റെഡിയാണ്. സിസ്റ്റേഴ്സ്, ഈ മുടിഞ്ഞു നിൽപ്പൊരു ബോറടിയെന്ന് 2 ദിവസം ലീവ് എടുത്താലോ എക്സ്ക്യൂസ് മീ. നല്ല 2 പീസുകൾ. ഒച്ച വെക്കരുത്. ഞങ്ങൾ എന്തിനാ ഒച്ച വെക്കണേ?
അയ്യോ ഇതാ പറഞ്ഞ ഒച്ച വെക്കരുതെന്ന്. ഞങ്ങളെ രക്ഷിക്കണം. ഇയാളുടെ ദേഹത്ത് വണ്ടി മുട്ടിച്ച് ഞാനല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. അയ്യോ, അവരൊന്ന് വിളിച്ച് വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. ഞങ്ങള് പാവങ്ങളാ. ഒരു കാറ് സമ്മാനമായി കിട്ടിയപ്പോ അത് ഇത്രയും വലിയ ദുരിതം വരുത്തി വെക്കുന്ന ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അരുത്. ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കണം. ഞങ്ങൾ കൊള്ളക്കാരോ കൊലപാതകളോ ഒന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കാല് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് സിസ്റ്റേഴ്സ്. ഇത് ഇവിടെ വന്ന് പറയാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ ഞങ്ങൾ ഈ കോലം കെട്ടിയത്. സത്യത്തില് വേറെ 2 ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. അവന്മാരെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടു. അല്ലാതെ ഞങ്ങൾ എന്തിനാ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇതിന്റെയൊക്കെ പുറകിൽ ഞങ്ങളാണെന്നാ പോലീസുകാരുടെയും ധാരണ. കുട്ടി എന്റെ കാറിൽ കയറില്ലെന്ന് വാശി പിടിച്ചപ്പോ ഇത്തിരി വാശി എനിക്കുണ്ടായി. സോറി. പാട്ട് പാടിയാ പ്രേമിക്കുമെന്ന് കരുതി ഒരു പാട്ടും പാടി കൊച്ചിന്റെ പിറകെ നടന്നില്ലെന്നല്ലാതെ ഉപദ്രവിക്കണമെന്ന് ഇവൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇനി ഞങ്ങളെ രക്ഷിക്കാൻ കുട്ടിക്കും ഈ ചേച്ചിക്ക് മാത്രമേ കഴിയൂ. ഞങ്ങളെ രക്ഷിക്കണം പ്ലീസ്. കുട്ടിയോട് എനിക്ക് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. സാർ അത് അവൾക്ക് ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ല. അതെന്താ? ഇപ്പൊ മെഡിസിൻ കൊടുത്തേ ഉള്ളൂ, ഇനി സംസാരിക്കാൻ പാടില്ല. നിങ്ങളല്ലേ എനിക്കിപ്പോ ഫോൺ ചെയ്ത്? അതെ. എന്തിനാ വെറുതെ തന്നെ മെനക്കെടുത്താനാ? സോറി സാർ, ഞാൻ അല്പം കഴിഞ്ഞ് വീണ്ടും വിളിക്കാം. ഒരു നിമിഷം ഒന്ന് പുറത്തേക്ക് വന്നേ. നോക്കടി, എന്റെ ബ്ലൗസിന്റെ ഹുക്ക് പോയി. അയ്യേ, നിങ്ങൾക്ക് എന്നെ കൂടെ കൂടെ കാണണമെന്ന് തോന്നുമ്പോഴാണോ എനിക്ക് ഫോൺ ചെയ്യുന്നത്? അയ്യോ സാർ, ഐ എം സോറി, ഞാൻ മാരീഡ് ആണ്. ബട്ട് ഐ ആം സ്റ്റിൽ ബാച്ചിലർ. ബട്ട് നോ യൂസ്. കം ഓൺ മാൻ.